നമസ്കാരം. തീഹാർ ജയിൽ അധികൃതർക്കെതിരെ ആരോപണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ. ജയിലിനകത്ത് വെച്ച് അരവിന്ദ് കെജ്രിവാളിനെ കൊലപ്പെടുത്തുന്നതിനായി ഗൂഢാലോചന നടക്കുന്നുവെന്ന് സുനിത കെജ്രിവാൾ ആരോപിച്ചു. അദ്ദേഹം എന്താണ് കഴിക്കുന്നത് എന്ന് പോലും അധികൃതർ നിരീക്ഷിക്കുകയാണെന്നും അവർ ആരോപിച്ചു. കെജ്രിവാൾ ഭക്ഷണം കഴിക്കുന്നത് നിരീക്ഷിക്കാൻ അവർ CCTV സ്ഥാപിച്ചു. ഇത് നാണക്കേടാണ്. അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. 12 വർഷമായി അദ്ദേഹം ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ജയിലിനകത്ത് വെച്ച് ഇൻസുലിൻ നൽകുന്നില്ലെന്നും സുനിത കെജ്രിവാൾ പറഞ്ഞു. കുറ്റമൊന്നും തെളിയിക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും ജയിലിലടച്ചത്. സ്വേച്ഛാധിപത്യത്തിന്റെ തെളിവാണിത്. എൻ്റെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത്? മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ സംവിധാനങ്ങളും ഒരുക്കിയതിനാണോ അറസ്റ്റെന്നും അവർ ചോദിച്ചു. അതേസമയം കെജ്രിവാളിന് ഇൻസുലിൻ ആവശ്യമില്ലെന്നാണ് തീഹാർ ജയിൽ അധികൃതരുടെ വാദം. കെജ്രിവാൾ കുറച്ച് വർഷങ്ങളായി ഇൻസുലിൻ ഉപയോഗിച്ചിരുന്നതായും എന്നാൽ തെലങ്കാനയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതാനും മാസമായി അത് നിർത്തിയെന്നും ജയിൽ അധികൃതർ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകി. ഡൽഹിയിലെ RML ആശുപത്രിയിൽ നിന്നുള്ള രേഖകൾ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. കെജ്രിവാളിന് ഇൻസുലിൻ്റെ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടില്ല. പ്രമേഹത്തിനായി ഡൽഹി മുഖ്യമന്ത്രി മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും തീഹാർ ജയിൽ അധികൃതർ വ്യക്തമാക്കി. മദ്യവിരുദ്ധ അഴിമതി കേസിൽ മാർച്ച് 21-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന അദ്ദേഹം തീഹാർ ജയിലിലാണ് കഴിയുന്നത്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ജയിൽ അധികൃതർ ഇൻസുലിൻ നൽകാത്തതിനെ തുടർന്ന് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിവെച്ച കോടതി കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഭക്ഷണക്രമത്തെക്കുറിച്ചും ജയിൽ അധികൃതരോട് വിശദീകരണം തേടിയിരുന്നു. കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി വർദ്ധിച്ചതായും ഇൻസുലിനും ഡോക്ടറുടെ സേവനവും നൽകാതെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് AAP ആരോപിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ലഫ്റ്റനന്റ് ഗവർണർ ജയിൽ അധികൃതരോട് വിശദീകരണം തേടി. തുടർന്നാണ് കെജ്രിവാൾ ഇൻസുലിൻ എടുക്കുന്നത് നിർത്തിയെന്നും തെലങ്കാനയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെറ്റ്ഫോർമിനാണ് കഴിക്കുന്നതെന്നും അധികൃതർ റിപ്പോർട്ട് നൽകിയത്. കെജ്രിവാളിന്റെ ആരോഗ്യനില ദിവസവും നിരീക്ഷിച്ചു വരികയാണെന്നും ജയിൽ ഡിസ്പെൻസറിയിൽ നിന്ന് നിർദ്ദേശിച്ച മരുന്നുകളെല്ലാം നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ സർക്കുലർ പ്രകാരം കെജ്രിവാൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും റെഫർ ചെയ്യാനാകില്ലെന്നും ജയിൽ അധികൃതർ അറിയിച്ചു. അതിനിടെ ജാമ്യം ലഭിക്കാനായി കെജ്രിവാൾ മനഃപൂർവ്വം മധുരവും മാങ്ങയും കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദിച്ചിരുന്നു. കെജ്രിവാളിനായി എയിംസ് നൽകിയ ഡയറ്റ് പ്ലാനിൽ വറുത്ത ഭക്ഷണങ്ങളായ പൂരി, പറാത്ത, സമൂസ, പക്കോറ, നംകീൻ, ഭുജിയ, അച്ചാറുകൾ, പപ്പടം, മധുരപലഹാരങ്ങൾ, കേക്ക്, ജാം, ചോക്ലേറ്റ്, പഞ്ചസാര, ശർക്കര, തേൻ, ഐസ്ക്രീം എന്നിവ കർശനമായി നിരോധിച്ചിരുന്നു. മാങ്ങ, വാഴപ്പഴം, ചിക്കു, ലിച്ചി, മുന്തിരി തുടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. തീഹാർ ജയിലിലാണ് തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K. കവിതയും കഴിയുന്നത്. അതിനിടെ തീഹാർ ജയിലിൽ ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യങ്ങളുണ്ടെന്ന അധികൃതരുടെ അവകാശവാദങ്ങളെ പൊളിച്ച് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരുന്നു. കെജ്രിവാളിനെ ചികിത്സിക്കുന്നതിന് മുതിർന്ന ഡോക്ടറുടെ സേവനം ആവശ്യപ്പെട്ട് എയിംസ് ആശുപത്രിയിലേക്ക് ജയിൽ ഡയറക്ടർ ജനറൽ അയച്ച കത്ത് AAP പുറത്തുവിട്ടു. കെജ്രിവാളിനെ ചികിത്സിക്കുന്നതിനായി മുതിർന്ന പ്രമേഹ രോഗ വിദഗ്ധന്റെ സേവനം ആവശ്യപ്പെട്ടാണ് ജയിൽ ഡയറക്ടർ ജനറൽ സഞ്ജയ് ബെനിവാൾ എയിംസിലേക്ക് കത്തയച്ചത്. കെജ്രിവാളിന്റെ ഭാര്യയുടെ അപേക്ഷ പ്രകാരം മുതിർന്ന ഡോക്ടർ അദ്ദേഹത്തെ വീഡിയോ കോൺഫറൻസിലൂടെ പരിശോധിച്ചുവെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അദ്ദേഹത്തിന് ഇല്ലെന്നും കഴിക്കുന്ന മരുന്നുകൾ തന്നെ തുടരാനാണ് നിർദ്ദേശമെന്നും അധികൃതർ പറഞ്ഞു. ടൈപ്പ് 2 പ്രമേഹ രോഗിയായ കെജ്രിവാളിന് മരുന്ന് നൽകുന്നില്ലെന്നും പാർട്ടി വക്താവും ആരോഗ്യമന്ത്രിയുമായ സൗരജ് ഭരദ്വാജ് ആരോപിച്ചിരുന്നു.